പ്രിയമുള്ളവരെ, അധ്യാപകൻ ഒരു ദീപമാണ്. അധ്യാപകൻ സ്വന്തം വെളിച്ചം ചിലവാക്കി ഒരു വിദ്യാർത്ഥിയെ ലോകത്തിന്റെ പ്രകാശമാക്കുകയാണ് ചെയ്യുന്നത്. ഒരു അധ്യാപകന്റെ മുഖത്തെ ഭാവം, പുഞ്ചിരി, അധ്യാപകന്റെ എല്ലാ പ്രവൃത്തികളും ഒരു കുട്ടിക്ക് പ്രചോദനമാകുന്നു. ഒരു അധ്യാപകനില്ലെങ്കിൽ ലോകം ഇരുട്ടാർന്നു പോകുന്നു, ഇരുട്ടിലായി പോകുന്നു. ലോകത്തിന് പ്രകാശം നൽകുന്ന ഒരു അധ്യാപകനുപരി വേറൊരാൾക്കും നമുക്ക് സ്ഥാനം കൊടുക്കാൻ കഴിയുകയില്ല. പാഠപുസ്തകത്തിലുള്ളതുപോലെ പഠിപ്പിച്ചെടുക്കുന്ന ഒരാളല്ല യഥാർത്ഥ അധ്യാപകൻ. ഒരു വിദ്യാർത്ഥിയുടെ ഭാവി വാർത്തെടുക്കുന്ന ഒരു ശില്പിയാണ് യഥാർത്ഥ അധ്യാപകൻ. മാതാപിതാ ഗുരു ദൈവം. മാതാവിനും പിതാവിനും ആദ്യ സ്ഥാനം കഴിഞ്ഞ് രണ്ടാം സ്ഥാനമാണ് ഒരു അധ്യാപകനുള്ളത്. ഒരമ്മയുടെ സ്നേഹം, ഒരമ്മയുടെ വാത്സല്യം, ഒരമ്മയുടെ കണ്ണുനീര്, സഹനം, പ്രത്യാശ, ഇതൊന്നും ഒരു കുഞ്ഞ് ഒരു പാഠപുസ്തകത്തിൽ പഠിക്കുന്നില്ല. നമ്മളെല്ലാം അമ്മമാരാണ്. നമ്മുടെ എല്ലാ മക്കൾ നമ്മുടെ കഴിവുകൊണ്ട് നമ്മളാണ് അവരുടെ ബെസ്റ്റ് ടീച്ചർ. ഒരു അമ്മയാണ് ഒരു കുഞ്ഞിന്റെ ബെസ്റ്റ് ടീച്ചർ അല്ല ഫസ്റ്റ് ടീച്ചർ. നമ്മളല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യം വാർത്തെടുത്തത്. നമ്മളല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യം കൈപിടിച്ചുയർത്തി വന്നത്. തിങ്കൾ കിടാവോ നല്ല കോമള താമര അമ്മയുടെ മുഖത്ത് ആ കണ്ണിൽ നിന്ന് വരുന്ന സ്നേഹം, വാത്സല്യം, കുഞ്ഞിങ്ങനെ നോക്കി അമ്മയുടെ കണ്ണിൽ തന്നെ പ്രത്യാശയോടെ നോക്കി നിൽക്കുകയാണ്. കുഞ്ഞിന്റെ മുഖത്ത് കാണുന്ന ആ നിഷ്കളങ്കമായ പുഞ്ചിരി എത്ര ഭംഗിയാണ്. കുഞ്ഞിനും ശ്രദ്ധ മാറ്റുന്നില്ല. കിടാവോ നല്ല കോമള താമര മധുവോ പരി പൂർണേന്ദു തന്റെ നീലാവോ പുത്തൻ പവിഴ കൊടിയോ. അമ്മ അവിടെ ജീവിതത്തിലേക്ക് കുട്ടിയെ കൈപിടിച്ച് ഉയർത്തുമ്പോൾ രണ്ടാമത് അച്ഛൻ എന്താ ചെയ്യുന്നത്? കുഞ്ഞിന് വേണ്ട മാർഗനിർദ്ദേശം കൊടുക്കുകയാണ്. പെട്ടെന്ന് കുഞ്ഞിന്റെ ശ്രദ്ധ അമ്മയുടെ കണ്ണിൽ നിന്ന് മാറി. ഈ ശബ്ദം എവിടെ നിന്നാണ് എനിക്ക് മാർഗനിർദ്ദേശം വരുന്നതെന്ന് കുഞ്ഞ് ശ്രദ്ധിക്കുകയാണ്. ഇവിടെ ഇൻപുട്ട് കഴിഞ്ഞു, അടുത്തത് പ്രോസസിംഗ്. അച്ഛൻ അവിടെ പ്രോസസിംഗ് ആണ്. അടുത്തത് എന്താണ്? വീണ്ടും പ്രോസസിംഗ് നടക്കുകയാണ്. അധ്യാപിക കുട്ടിയെ എന്ത് ചെയ്യാണ്? കുട്ടിയെ വാർത്തെടുക്കുകയാണ്. കുട്ടിയുടെ ഭാവി വാർത്തെടുക്കുന്ന ശില്പിയാണത്. മാതാവ്, പിതാവ്, അധ്യാപിക, ഇവർ 3 പേരും ചേർന്ന് ഇൻപുട്ട്, പ്രോസസിംഗ്, ഔട്ട്പുട്ട് നമുക്ക് 3 പേരും ചേരുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. കുട്ടിയുടെ ഇവാലുവേഷൻ അവിടെയാണ് നടക്കുന്നത്. കുട്ടിയുടെ മൂല്യബോധം വളർത്തിയെടുക്കുന്നത് അവിടെയാണ്. സോഷ്യലൈസേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത് അവിടെയാണ്. ഈ ലോകത്തിന്റെ വാഗ്ദാനമായി വാർത്തെടുക്കുകയാണ്.